ഒന്നിച്ച് നമുക്ക് പോകാം. നമ്മൾ എങ്ങോട്ട് പോകുന്നേ? വുഹാൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ ലൈബ്രറിയിലേക്ക്. ഗൈസ്, മെഡിക്കൽ ക്യാമ്പസിനകത്തെ എന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസസ് ഏതാന്ന് ചോദിച്ചാൽ അതിൽ ഈ കാണുന്ന ലൈബ്രറി ഉണ്ടാകും. 5 നിലകളാണ് ഈ ലൈബ്രറിക്കുള്ളത്. അതിൽ 2ാമത്തെ നില മുതലാണ് നമുക്ക് അക്സസ് ഉള്ളത്. പുറത്ത് ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് കാണാം. ലൈബ്രറിയുടെ ഉള്ളിലേക്ക് സ്റ്റുഡന്റ് കാർഡ് ഉപയോഗിച്ചാണ് പ്രവേശിക്കേണ്ടത്. നമ്മളിപ്പോൾ ഉള്ളത് 2nd ഫ്ലോറിലാണ്. ചൈനയിൽ ഗ്രൗണ്ട് ഫ്ലോർ ഇല്ല. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിനെ ഫസ്റ്റ് ഫ്ലോർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 2nd ഫ്ലോറിന്റെ ഇരുവശങ്ങളിലും ഓരോ വലിയ റൂമുകൾ കാണാം. നമ്മൾ നേരെ 3rd ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന റൂം നമ്പർ 302-ലെ 10ാം നമ്പർ സീറ്റ് ലക്ഷ്യമാക്കിയാണ് എന്റെ യാത്ര. ഇവിടെ ഷെൽഫിൽ ഒരുപാട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. എല്ലാം ചൈനീസ് ടെക്സ്റ്റ് ബുക്കുകളാണ്. ഫോറിൻ ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് ഇംഗ്ലീഷ് ബുക്സ് എല്ലാം 5ാം നിലയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മൾ 10ാം നമ്പർ സീറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത വേറൊന്നുമല്ല, എന്റെ FMG എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ ഇവിടെ ഇരുന്നാണ് ഞാൻ കൂടുതൽ ദിവസവും പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 302-ലെ ഈ സീറ്റ് നമ്പർ 10 എന്നും എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ നമുക്കിവിടെ വെറുതെ വന്നെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. സീറ്റ് പ്രീ ബുക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് പ്രത്യേകം വെബ്സൈറ്റ് ഉണ്ട്. സീറ്റ് ബുക്ക് ചെയ്യാതെ ഇരുന്നാലുള്ള പ്രശ്നം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ സീറ്റ് ബുക്ക് ചെയ്ത ആൾ വന്നാൽ മാറിക്കൊടുക്കേണ്ടി വരും. ഈ സീറ്റും ഇപ്പോൾ ആരോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. എല്ലാ ഫ്ലോറിലും ഇതുപോലെ ഫ്രീ ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. ഈ കാണുന്ന 2 പൈപ്പിലും ചൂടുവെള്ളമാണ്. ഈ ചെറിയ പൈപ്പിൽ തണുത്ത വെള്ളവും. അതുപോലെ സ്റ്റുഡന്റ് കാർഡിൽ പൈസ ഉണ്ടെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള സൗകര്യവും ഉണ്ട്. നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ഏതെങ്കിലും ബുക്സ് കടമെടുക്കണമെങ്കിൽ ഈ കാണുന്ന മെഷീനിൽ ബുക്സ് വെച്ച ശേഷം സ്റ്റുഡന്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുക. ബുക്സ് മാത്രമല്ല, ടാബ്ലറ്റ്സും നമുക്ക് ഇതുപോലെ ബോറോ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതാണ് 3ാം നിലയിലെ മറ്റൊരു സ്റ്റഡി റൂം. ഇനി നമ്മൾ പോകുന്നത് 4ാം നിലയിലേക്കാണ്. 4ാം നിലയിൽ ഒരു കമ്പ്യൂട്ടർ ഏരിയ ഉണ്ട്. സ്വന്തമായിട്ട് കൈവശം ലാപ്ടോപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ കമ്പ്യൂട്ടർ നമുക്ക് പഠനാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഓരോ സീറ്റും സെക്ഷൻ തിരിച്ചാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നേരെ അവസാനത്തെ ഫ്ലോറായ 5ാം നിലയിലേക്ക്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോറിൻ മെഡിക്കൽ ബുക്സ്, അതായത് ഇംഗ്ലീഷ് ബുക്സ് സൂക്ഷിച്ചിട്ടുള്ളത്. ഫാർമക്കോളജി ബുക്സ്, ഇമ്മ്യൂണോളജി, പാത്തോളജി, ഓങ്കോളജി, ന്യൂറോളജി, പീഡിയാട്രിക്സ്, സൈക്യാട്രി, അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങൾ. ഈ കാണുന്ന ബുക്സ് എല്ലാം താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്നതിന് ബുക്സിന് മാത്രമായിട്ട് ഒരു ചെറിയ ലിഫ്റ്റ് സംവിധാനമുണ്ട്. ബുക്സ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രോളിയാണ് ഈ കാണുന്നത്. കാണാൻ പോണേള്ളു. 5th ഫ്ലോറിലെ മറ്റ് 2 റൂമുകൾ കൂടി കാണിക്കാം. ഇതാണ് ഒരു റൂം, ഇത് മറ്റൊരു റൂം. സോഫയിലിരുന്ന് പഠിക്കണം എന്നുള്ളവർക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ ഗൈസ്, പറയാൻ വിട്ടുപോയ ഒരു കാര്യം, എല്ലാ ഫ്ലോറിലും ഓരോ ടോയ്ലറ്റ് വീതമുണ്ട്. അത് പിന്നെ ടോയ്ലറ്റിൽ കയറി വ്ളോഗ് ചെയ്യാൻ നിന്ന ആൾക്കാർ വെറുതെ വിടുവോ?